السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. قال رسول الله صلى الله عليه وسلم: من أحدث في أمرنا هذا ما ليس منه فهو رد، وكل خير في اتباع من سلف، وكل شر في ابتداع من خلف. ഈ സെമിനാറിൽ സുന്നത്തും ബിദ്അത്തും, നിർവചനം, വ്യാഖ്യാനം, വ്യതിയാനം എന്ന വിഷയസംബന്ധിയാണ് എനിക്ക് സംവദിക്കാനുള്ളത്. അഹ്ലുസുന്നയും അവാന്തര വിഭാഗങ്ങളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന മിക്ക വിഷയങ്ങളും സുന്നത്ത്, ബിദ്അത്ത്, തൗഹീദ്, ശിർക്ക് തുടങ്ങിയ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഉൽപ്പന്നങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ സുന്നത്ത്, ബിദ്അത്ത് എന്നിവ കൃത്യമായി മനസ്സിലാക്കുകയും സമൂഹത്തിന് അവ പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. സുന്നത്ത് എന്നാൽ ഭാഷാപരമായി അതിന് സീറത്ത്, ചര്യ എന്ന് നമുക്ക് അർത്ഥം വെക്കാം, ആചാരം എന്ന് നമുക്ക് വിവക്ഷിക്കാം. ഈ അർത്ഥത്തിലുള്ള സുന്നത്ത് സദാചാരവുമാകാം, അതേസമയം അനാചാരവുമാകാം. വിശുദ്ധ ഹദീസിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വായിക്കാൻ കഴിയും. വിഖ്യാതമായ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും: മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനതൻ ഫഅമില ബിഹാ ബഅദഹു കുതിബ ലഹു മിസ്ലു അജ്രി മൻ അമില ബിഹാ. ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല ആചാരം ചര്യയാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ, അതനുസരിച്ച് ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവരുടെയൊക്കെ പ്രതിഫലത്തിന്റെ തുല്യമായ പ്രതിഫലം അവന് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ആ ഹദീസിൽ തുടർന്ന് പറയുന്നു: വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ. ഒരാൾ ഇസ്ലാമിൽ ഒരു ദുശ്ചര്യ, ഒരു വേണ്ടാത്ത ചര്യ പതിവാക്കുകയും ഫഅമില ബിഹാ, അതനുസരിച്ച് അവൻ അമൽ ചെയ്യുകയും ചെയ്താൽ, കുതിബ അലൈഹി മിസ്ലു വിസ്രി മൻ അമില ബിഹാ, അതനുസരിച്ച് പിന്നീട് പ്രവർത്തിക്കുന്ന ആളുകളുടെ മുഴുവൻ തെറ്റുകളുടെ ഭാരവും അവന് പേറേണ്ടി വരും. ആ തെറ്റുകളുടെ തുല്യമായ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും. ഈ ഹദീസിൽ നിന്ന് സുന്നത്ത് എന്ന പ്രയോഗം ഭാഷാപരമായി ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും ഉപയോഗിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ മതകീയ വീക്ഷണത്തിൽ, സാങ്കേതികപരമായി സുന്നത്തിനെ നമുക്ക് 3 അർത്ഥത്തിൽ പ്രയോഗിച്ചത് കാണാൻ കഴിയും. ഒന്ന്, വാജിബ് എന്ന് നമ്മൾ പറയുന്ന നിർബന്ധമായ, തേട്ടമുള്ള, നിർബന്ധമായും ചെയ്യണമെന്ന് ശർഇന്റെ കൽപ്പനയുള്ള കാര്യങ്ങളുടെ മറുഭാഗമായി നിർബന്ധമല്ലാത്ത ഐച്ഛികമായ പ്രവർത്തനത്തിന് തേട്ടമുള്ള കാര്യങ്ങൾ, അതാണ് സുന്നത്ത് എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് ശർഇയായി മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഖുർആന് എന്നതിൻ്റെ മറുഭാഗത്ത് ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്ന് വിശുദ്ധ ഇസ്ലാമിൻ്റെ ചതുർപ്രമാണങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ പറയുന്ന സുന്നത്ത്, ഖുർആനിൻ്റെ മറുഭാഗത്ത് പറയുന്ന സുന്നത്ത് അഫ്ആലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഖ്വാലുഹു വ തഖ്രീറാത്തുഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ധോരണികളും അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ മൗനാനുവാദങ്ങളുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ മൂന്നാമതൊരർത്ഥത്തിലും സുന്നത്ത് എന്ന പ്രയോഗം മതകീയ വീക്ഷണത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത് മായകൂനു മിമ്മഖ്തളാഹു ദലീലു ശർഇയ്യു ഫമാ കാന ലഹു അസ്ലുൻ മിന ശർഇ യകൂനു സുന്നതൻ ശർഇയ്യതൻ ലാ ബിദ്അതൻ ശർഇയ്യതൻ. അഥവാ ശർഇയായ ദലീലിന്റെ പിൻബലമുള്ള ഏതു കാര്യങ്ങൾക്കും സുന്നത്ത് എന്ന പ്രയോഗമുണ്ട്. അഥവാ ബിദ്അത്ത് എന്നതിന്റെ മറുഭാഗമായി സുന്നത്ത് ഉപയോഗിക്കുന്നു. ഈ 3 അർത്ഥത്തിലും സുന്നത്ത് എന്ന പ്രയോഗത്തിന് സാങ്കേതികമായ, മതപരമായ വിവക്ഷ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്ന പോലെ ബിദ്അത്തിനെയും നമുക്ക് ഭാഷാപരമായി അത് നൂതനമായ ഏതു ആചാരത്തിനും, അഥവാ പുതിയ ഒരു ആചാരം കൊണ്ടുവന്നാൽ അതേക്കുറിച്ച് നമുക്ക് ബിദ്അത്ത് എന്ന് പറയാം. ആ പുതിയ ആചാരം സദാചാരവുമാകാം, അനാചാരവുമാകാം. ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ ബാരിയുടെ 13-ാം വാള്യം 253-ാമത്തെ പേജിൽ പറയുന്നത് കാണാൻ കഴിയും: ഇന്ന കുല്ല ശൈഇൻ ഉഹ്ദിസ അലാ ഗൈരി മിസാലിൻ യുസമ്മാ ബിദ്അതൻ സവാഉൻ കാന മഹ്മൂദൻ ഔ മദ്മൂമാ. ഏതൊരു കാര്യവും മുൻമാതൃകയില്ലാതെ പുതുതായി
ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും സവാഉൻകാന മഹ്മൂദൻ ഔ മദ്മൂമ, അത് സ്തുത്യർഹമായ ശ്ലാഘനീയമായ കാര്യങ്ങളാണെങ്കിലും ആക്ഷേപാർഹമായ കാര്യങ്ങളാണെങ്കിലും ഭാഷാപരമായി അതേക്കുറിച്ച് ബിദ്അത്ത് എന്ന് പ്രയോഗിക്കാമെന്ന് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിഖ്യാതമായ ഫത്ഹുൽ ബാരിയുടെ 13-ാം വാള്യം 253-ാമത്തെ പേജിൽ പറയുന്നു. ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ബിദ്അത്തിന്റെ പ്രയോഗം കാണാൻ കഴിയും. വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാ അലൈഹിം, സൂറത്തുൽ ഹദീദിന്റെ 27-ാമത്തെ ആയത്തിൽ വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാ അലൈഹിം എന്ന് പ്രയോഗിച്ചത് പൗരോഹിത്യത്തെ കുറിച്ചാണ്. അവിടെ ബിദ്അത്ത് ഇബ്തദഊഹ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചത്. അതുപോലെ തന്നെ ഖുർആനിൽ സൂറത്തുൽ അഹ്ഖാഫിന്റെ 9-ാമത്തെ ആയത്തിൽ ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുലി എന്ന പ്രയോഗം കാണാൻ കഴിയും. അപ്പോൾ ഭാഷാപരമായി ബിദ്അത്ത് എന്ന പ്രയോഗം പുതിയ ഏത് ആചാരങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. അതിൽ നല്ലതുണ്ടാകാം, ചീത്തയുണ്ടാകാം. നല്ല ആചാരങ്ങൾക്ക് ബിദ്അത്തുൻ ഹസനത്ത് എന്നും ദുരാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും ബിദ്അത്തുൻ സയ്യിഅത്ത് എന്നും പറയാമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇനി നാം മനസ്സിലാക്കേണ്ടത് ഒരാചാരത്തെ നല്ലതെന്ന് അല്ലെങ്കിൽ സദാചാരമാണെന്ന് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? അല്ലെങ്കിൽ ഒരു പുതിയ ആചാരത്തെ അത് അനാചാരമല്ല എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നത് കാണാം, മനാഖിബു ശാഫഈയിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു ബിദ്അത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ദർബാനി, പുതുതായ കാര്യങ്ങൾ അഥവാ ബിദ്അത്ത് അത് രണ്ട് വിധത്തിലുണ്ട്. മാ ഉഹ്ദിസ യുഖാലിഫു കിതാബൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹിൽ ബിദ്അത്തു ദലാല. വളരെ വ്യക്തമായി ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, മാ ഉഹ്ദിസ യുഖാലിഫു കിതാബൻ ഔ അസറൻ ഔ ഇജ്മാഅൻ, വിശുദ്ധ ഖുർആനിനോടോ അസറിനോടോ ഇജ്മാഇനോടോ വിരുദ്ധമായി പുതുതായി കൊണ്ടുവന്ന ഏതൊരു ആചാരമുണ്ടോ ഫഹാദിഹിൽ ബിദ്അത്തു ദലാലത്തുൻ, ഈ പുത്തനാചാരമാണ് ദലാലത്ത് അഥവാ ദുർമാർഗമായ അനാചാരമായ ബിദ്അത്ത്. വമാ ഉഹ്ദിസ മിനൽ ഖൈരി ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ ഫഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമത്തിൻ. എന്നാൽ പുതിയ ആചാരം തന്നെയാണ്, പക്ഷേ വിശുദ്ധ ഖുർആനിനോ ഹദീസിനോ വിശുദ്ധ ഇസ്ലാമിന്റെ ചതുർപ്രമാണങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമാണത്തിനോ വിരുദ്ധമല്ലാത്ത ഏതു നല്ല കാര്യവും ഫഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമത്തിൻ, അതൊരിക്കലും ആക്ഷേപാർഹമായ പുത്തൻ വാദമല്ല, പുതിയ കാര്യമല്ല എന്ന് സിയറു അലാമിൻ നുബലാഇന്റെ 10-ാം വാള്യം 70-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഉദ്ധരണം നമുക്ക് കാണാം. മാത്രവുമല്ല ഇബാറത്തുകൾ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയുടെ 13-ാം വാള്യം 253-ാമത്തെ പേജിലും മിർഖാത്തുൽ മഫാത്തിഹിന്റെ 1-ാം വാള്യം 177-ാമത്തെ പേജിലും നമുക്ക് കാണാൻ കഴിയും. അതിനും പുറമെ ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ 2-ാം വാള്യം 428-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറയുന്നു, ലൈസ കുല്ലു മാ ഉബ്ദിഅ മൻഹിയൻ അൻഹു, പുതുതായി ഉണ്ടായ മുഴുവൻ ആചാരങ്ങളും മുഴുവൻ കാര്യങ്ങളും വിരോധിക്കപ്പെടേണ്ടതല്ല. ബലിൽ മൻഹിയു അൻഹു, മറിച്ച് വിരോധിക്കപ്പെടേണ്ടത് നിഷിദ്ധമായത് ബിദ്അത്തുൻ തുലാദു സുന്നതൻ സാബിതതൻ വതർഫു അംറൻ മിനശ് ശർഇ, സ്ഥിരപ്പെട്ടതായ സുന്നത്തിനോടോ ശർഇന്റെ ഏതെങ്കിലും കാര്യത്തിനോടോ എതിരാകുന്ന കാര്യങ്ങളാണ് വിരോധിക്കപ്പെടേണ്ടതായ പുത്തനാചാരമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ 2-ാം വാള്യം 428-ാമത്തെ പേജിൽ പറയുന്നു. ഇതിൽ നിന്നും പുതിയതാണെന്ന് കരുതി എല്ലാ ആചാരങ്ങളും തള്ളപ്പെടേണ്ടതല്ലെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ തള്ളപ്പെടേണ്ട ബിദ്അത്തുൻ സയ്യിഅത്താണെന്നും, എന്നാൽ പ്രമാണബദ്ധവും പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല എങ്കിൽ അത് ബിദ്അത്തുൻ ഹസനത്താണ് എന്ന്
നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് ഈ ബിദ്അത്തിനെ എങ്ങനെയാണ് നിർവചിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു പുതിയ ആചാരത്തെ നല്ലതെന്നോ ചീത്തയെന്നോ സദാചാരമെന്നോ അനാചാരമെന്നോ വിവക്ഷിക്കേണ്ടതെന്നും മനസ്സിലാക്കേണ്ടതെന്നും വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, ധാരാളം പുതിയ ആചാരങ്ങൾ, നല്ല ആചാരങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മഹാരഥന്മാരായ സ്വഹാബത്തെ കിറാമു തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ മുമ്പിൽ ഇന്നുള്ള വിശുദ്ധ ഖുർആൻ, 2 ചട്ടകൾക്കുള്ളിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 30 ജുസുകളും 6000-ൽ വരുന്ന ആയത്തുകളും വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടെന്ന് ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മുസ്ഹഫ് രൂപത്തിൽ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. എന്താണ് അതിന്റെ പശ്ചാത്തലം, എങ്ങനെയാണ് അത് ക്രോഡീകരിക്കപ്പെട്ടത് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ 4986 നമ്പർ ഹദീസിൽ പറയുന്നത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ ക്രോഡീകരിക്കാനുണ്ടായ പശ്ചാത്തലം വിവരിക്കുന്നുണ്ട്. യമാമ യുദ്ധത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന ഖുറാഉകളും ഹാഫിദുകളും മരണപ്പെടുകയും അവർക്ക് ശേഷം ഇനി ഖുർആൻ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആശങ്കപ്പെടുകയും ചെയ്ത സംഭവം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്, ഈ യമാമ യുദ്ധത്തിൽ ഇത്രയും അധികം ഖുറാഉകൾ, വിശുദ്ധ ഖുർആൻ പഠിച്ച പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയിരിക്കുന്നു, ഷഹീദായി പോയിരിക്കുന്നു. ഇങ്ങനെ ആളുകൾ മരിച്ചുപോയാൽ വിശുദ്ധ ഖുർആൻ നഷ്ടപ്പെടുമോ എന്നൊരാശങ്ക എനിക്കുണ്ട്. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കണം. ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യവും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയും വളരെ സുവ്യക്തമാണ്. കൈഫ തഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഉമറേ അങ്ങ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4986 ഹദീസ് എടുത്തു നോക്കൂ. വഖാല ഉമറു ഹാദാ വല്ലാഹി ഖൈർ, ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യമാണെന്നത് ശരി തന്നെയാണ്, പക്ഷേ ഹാദാ വല്ലാഹി ഖൈർ, അല്ലാഹുവിനെ തന്നെ സത്യം, ഇതൊരു നല്ല കാര്യമാകുന്നു, ഉത്തമമായ കാര്യമാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ 63 വർഷത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്ത ഒരു കാര്യം, വിശുദ്ധ ഇസ്ലാമിലെ ഒരു പുതിയ കാര്യം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിരിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, തറാവീഹ് നിസ്കാരം 20 റക്അത്ത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നിസ്കാരം നടന്നിട്ടുണ്ട്. എന്നാൽ ആ തറാവീഹ് നിസ്കാരം ഒരേ ഇമാമിന്റെ നേതൃത്വത്തിൽ സുസംഘടിതമായി എന്ന് മുതലാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതും സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഹദീസിൽ കാണാൻ കഴിയും. 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഒരേ ഇമാമിന്റെ നേതൃത്വത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ സുസംഘടിതമായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മദീനത്തെ പള്ളിയിലേക്ക് ഒരു വിശുദ്ധ റമദാനിന്റെ രാത്രിയിൽ വരുമ്പോഴുള്ള സംഭവം വിശദീകരിക്കുന്നിടത്ത് കാണാൻ കഴിയും. ബാബു ഫദ്ലി മൻ ഖാമ റമദാന, റമദാൻ മാസത്തിൽ രാത്രി നിന്ന് നിസ്കരിക്കുന്നവരെ കുറിച്ച് പറയുന്ന ബാബ്, അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ചെന്നപ്പോ ആളുകളൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി, ചെറിയ ചെറിയ സംഘങ്ങളായി തറാവീഹ് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫഖാല ഉമർ തങ്ങൾ പറഞ്ഞു, ഇന്നി അറാ ലൗ ജമഅതു ഹൗലാഇ അലാ ഖാരിഇൻ വാഹിദിൻ ലകാന അംസല,
ഇതൊരു ഖാരിഇന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒറ്റ ജമാഅത്തായിട്ട് നടത്തിയാൽ അതൊരു മാതൃകാപരമായ പ്രവർത്തനമാകും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് ഉറച്ച തീരുമാനമെടുക്കുകയും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മദീനത്തെ പള്ളിയിൽ ഒറ്റ ഇമാമിന്റെ നേതൃത്വത്തിൽ തറാവീഹ് നിസ്കാരം സുസംഘടിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ ചെയ്യാത്തൊരു കാര്യം, ഒരേ ഇമാമിന്റെ നേതൃത്വത്തിൽ സുസംഘടിതമായ തറാവീഹ് നിസ്കാരം സംഘടിപ്പിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നീട് ഒരു രാത്രിയിൽ ഈ സംഘടിതമായ നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ മദീനത്തെ പള്ളിയിലേക്ക് വന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം വളരെ വ്യക്തമാണ്, നമുക്ക് അടിവരയിടേണ്ട വാചകമാണ്. നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇതെന്തൊരു നല്ല പുതിയ ആചാരം എന്നാണ് ബഹുമാനപ്പെട്ട ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ചെയ്യാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്യുകയും അത് വളരെ നല്ല കാര്യമാണെന്ന് മഹാനവറുകൾ പറയുകയും ചെയ്തു എന്നത് രേഖപ്പെടുത്തുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു ഫദ്ലി മൻ ഖാമ റമളാന എന്ന അധ്യായത്തിലാണെന്ന് കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, ജുമഅക്ക് 2 ബാങ്ക് ലോകത്തുടനീളം, മക്കയിലും മദീനയിലും ലോകത്തുടനീളം സുന്നികൾ മുഴുവനും അതാ ജുമഅക്ക് 2 ബാങ്ക് വിളിക്കുന്നുണ്ട്. ആ 2 ബാങ്ക് വിളി സമ്പ്രദായം എന്ന് മുതലാണ് വന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇമാം സുഹ്രിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ തന്നെ ഹദീസ് നമുക്കിതിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ജുമഅക്ക് 2 ബാങ്ക് സമ്പ്രദായം, ഇന്നൽ അദാന യൗമൽ ജുമഅതി കാന അവ്വലഹു ഹീന യജ്ലിസുൽ ഇമാമു യൗമൽ ജുമഅതി അലൽ മിൻബരി ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിലെല്ലാം ജുമഅയുടെ ബാങ്ക് അത് ഇമാം മിമ്പറിന്റെ മേൽ ഇരുന്നതിന് ശേഷമായിരുന്നു. അഥവാ ഇപ്പോഴുള്ള 2ാമത്തെ ബാങ്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ളത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ളത്. ഫലമ്മാ കാന ഫീ ഖിലാഫത്തി ഉസ്മാൻ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ വകസുറു, ജനങ്ങൾക്ക് വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അമറ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു യൗമൽ ജുമഅത്തി ബിൽ അദാനി സാലിസി, വാങ്കിനും നേരത്തെ ഉണ്ടായിരുന്ന വാങ്ക് ഇഖാമത്ത് എന്നതിന് പുറമെ വീണ്ടും 3ാമത്തെ ഒരു അദാന് അല്ലെങ്കിൽ 2ാം ബാങ്ക്, 2 ബാങ്ക് ഏർപ്പെടുത്തി. അദാനു സാലിസി എന്നവിടെ പറഞ്ഞത് വാങ്കും ഇഖാമത്തും നേരത്തെയുള്ളതാണ്. അതിന് പുറമെ ഇപ്പോൾ 2ാം ബാങ്ക് അല്ലെങ്കിൽ 1ാം ബാങ്ക്, 2 ബാങ്ക് ഏർപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ സംഭവം വിശദീകരിക്കുന്നതും സ്വഹീഹുൽ ബുഖാരിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ജുമഅയുടെ 2 ബാങ്ക് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യാത്ത, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്യാത്ത ഒരു നല്ല കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അനിവാര്യമായപ്പോൾ അദ്ദേഹം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അലി റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇൽമുൻ നഹ്വ് എന്ന സമ്പ്രദായം ലോകത്ത് വന്നത്. ഇൽമുൻ നഹ്വ് എന്ന സമ്പ്രദായം നേരത്തെ വ്യാകരണശാസ്ത്രം, അറബി വ്യാകരണശാസ്ത്രം അങ്ങനെ സംസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബുൽ അസ്വദ് ദുഅലിയോട് നഹ്വിനെ സമാഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സംഭവം വ്യാകരണശാസ്ത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം. ആ വ്യാകരണശാസ്ത്രം വിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കാൻ അനിവാര്യമായതുകൊണ്ട് മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ എന്ന ഖായിദ പ്രകാരം ഈ നഹ്വ് പഠിക്കൽ പലപ്പോഴും നിർബന്ധമായി വരുന്നുണ്ട്. ഇങ്ങനെ നിർബന്ധമായ ഒരു നഹ്വ് പഠിക്കൽ, വ്യാകരണശാസ്ത്രം പഠിക്കൽ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നഹ്വ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, നഹ്വ് ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്തോ ഉസ്മാൻ തങ്ങളുടെ കാലത്തോ ഇല്ലാത്ത പുതിയൊരു കാര്യം ഇൽമുൻ നഹ്വിന്റെ ക്രോഡീകരണം.
അല്ലെങ്കിൽ ഇൽമുൻ നഹ്വ് എന്ന വൈജ്ഞാനിക ശാഖ രൂപപ്പെടുത്താൻ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തയ്യാറായി. ചുരുക്കത്തിൽ 4 ഖലീഫമാരും അവരുടെ മുമ്പുള്ള മുൻഗാമികൾ ചെയ്യാത്ത പുതിയ ആചാരങ്ങൾ വിശുദ്ധ ഖുർആനിനും ഹദീസിനും മറ്റു പ്രമാണങ്ങൾക്കും വിരുദ്ധമല്ലാത്തത് കൊണ്ട് നടപ്പിൽ വരുത്തുകയും അതെല്ലാം നല്ല കാര്യങ്ങളാണെന്ന് അവർ സമൂഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സഹോദരന്മാരെ, ഇനി നമ്മൾ നമ്മുടെ ആസന്നമായ വിഷയം മൗലിദാഘോഷം. മൗലിദാഘോഷം ഇന്ന് കാണുന്നത് പോലെ പുതിയ രൂപത്തിനും ഭാവത്തിനും കൂടുതൽ കാലങ്ങളായിട്ടില്ല നടന്നിട്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാം ധാരാളം സ്വഹാബത്തിന്റെ കീർത്തനങ്ങൾ ഈ വേദിയിൽ തന്നെ ആലപിക്കുകയുണ്ടായി. മദ്ഹ് പറഞ്ഞവരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതിന് ആശീർവാദം ലഭിച്ചവരുണ്ട്, സമ്മാനങ്ങൾ ലഭിച്ചവരുണ്ട്. അതെല്ലാം അന്നുള്ളത് തന്നെ. റബീഉൽ അവ്വൽ 12 തന്നെ മൗലിദ് ഓതിയതുണ്ട്. ധാരാളം മൗലിദിന്റെ കീർത്തനങ്ങളുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ട്. എന്നാൽ പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ നബിദിന റാലി നടത്തുന്നു. മറ്റുള്ള സംവിധാനങ്ങളിലൂടെ നബിദിനത്തിന്റെ പേരിൽ ധാരാളം ആഘോഷങ്ങൾ അനുവദനീയമായ രൂപത്തിലൊക്കെ നമ്മൾ നടത്തുന്നു. ഈ ആഘോഷങ്ങൾ പുതിയ ആഘോഷങ്ങളാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അല്ലാമ അബൂ ശാമ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ പുതിയ ആചാരം അഥവാ പുതിയ രൂപഭാവങ്ങളിലായി വ്യത്യസ്ത കാലത്തിനനുസരിച്ച് വ്യത്യസ്ത രൂപത്തിൽ നബിദിനാഘോഷത്തിന്റെ വിവിധ രൂപഭാവങ്ങളുള്ള ഈ ആഘോഷങ്ങൾ വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മാ യുഫഅലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിൻ മിനസ് സ്വദഖാത്തിൽ മഅറൂഫി വഇദ്ഹാരി സീനതി വസ്സുറൂരി എന്ന് പറയുന്ന വാചകങ്ങളിലൂടെ മഹാനവറുകൾ പരിചയപ്പെടുത്തുന്ന പുതിയ രൂപത്തിലുള്ള മൗലിദാഘോഷങ്ങൾ, അതും വമിൻ അഹ്സനി മബ്തുദിഅ പുതുതായി കൊണ്ടുവന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത നല്ല കാര്യങ്ങൾ പുതിയ ആചാരങ്ങളാണെന്നതിൻ്റെ പേരിൽ തള്ളപ്പെടേണ്ടതല്ല എന്നും തള്ളപ്പെടേണ്ടതിൻ്റെയും കൊള്ളേണ്ടതിൻ്റെയും മാനദണ്ഡം ബഹുമാനപ്പെട്ട ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ മാനദണ്ഡം അഥവാ വിശുദ്ധ ഖുർആനിനോട്, അസറിനോട്, അതുപോലെ ഇജ്മാഇനോട്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് വിരുദ്ധമാണോ അല്ലയോ എന്ന് മാത്രം പരിശോധിക്കലാണ്. സഹോദരന്മാരെ, ഇതെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. ഇതിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ബിദ്അത്തുകാർ പോലും എത്രയോ പുത്തൻ ആചാരങ്ങളും പുതിയ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ. മദ്രസകൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നു, ബിദ്അത്തുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്ന മദ്രസ ഏതാണ്? അന്നത്തെ സ്വദർ മുഅല്ലിം ആരായിരുന്നു? അന്നത്തെ മദ്രസയിലെ പാഠപുസ്തകം ഏതായിരുന്നു? ചോദിക്കട്ടെ സഹോദരന്മാരെ, അന്ന് അങ്ങനെ ഒരു മദ്രസാ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ആ മദ്രസാ സംവിധാനം ഇന്ന് വ്യാപകമായി നടത്തുന്ന ബിദ്അത്തുകാർ അതെന്തുകൊണ്ട് തെറ്റാണെന്ന് പറയുന്നില്ല. ശബാബ്, അൽമനാർ പോലത്തെ മാസികകളും പ്രസിദ്ധീകരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ വാരിക ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള മാസിക ഏത്? പ്രസിദ്ധീകരണം ഏത്? സഹോദരന്മാരെ, ഇങ്ങനെ ഓരോന്ന്. ഇപ്പോൾ നമ്മൾ സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബിദ്അത്തുകാർ സെമിനാർ നടത്താറുണ്ട്, സിംബോസിയങ്ങൾ നടത്താറുണ്ട്, സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ഇതേ രൂപത്തിലുള്ള സെമിനാറുകളും സിംബോസിയങ്ങളും ഒക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് വ്യക്തമായി തെളിഞ്ഞതിന്റെ ശേഷമാണോ ചെയ്യുന്നത്? നമ്മുടെ പള്ളികൾക്ക് ഇന്ന് 2 നിലയുണ്ട്. 2 നിലയുള്ള പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നമ്മൾക്ക് എവിടെയെങ്കിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? അത് കണ്ടത് കൊണ്ടാണോ ഇവിടെ 2 നിലയുള്ള പള്ളി ഉണ്ടാക്കാൻ നമ്മൾ ആ തെളിവ് കണ്ടുകൊണ്ടാണോ നമ്മൾ ശ്രമിക്കുന്നത്? ഒരിക്കലുമല്ല. ഇതെല്ലാം നല്ല കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഏത് അന്നം തിന്നുന്നവർക്കും അറിയാം ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന്. നല്ല കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിനോടും വിശുദ്ധ ഖുർആനിനോടും ഇസ്ലാമിക പ്രമാണങ്ങളോടും എതിരല്ലെങ്കിൽ പുണ്യകർമ്മമാണെന്ന് മഹാരഥന്മാരായ അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും വലിയ വായിൽ 2-3 ഹദീസുകൾ ബിദ്അത്തുകാർ ഉദ്ധരിക്കാറുണ്ട്. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ വിശുദ്ധ ദീനിൽ ഏത് കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കിയാലും അത് മാ ലൈസ മിൻഹു ആണെങ്കിൽ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുത്തൻ ആചാരങ്ങളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും
ബിദ്അത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലേക്കാണ് എന്ന് ഹദീസും അവർ ഉദ്ധരിക്കാറുണ്ട്. ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം എന്ന ഹദീസും അവർ ഉദ്ധരിക്കാറുണ്ട്. സത്യത്തിൽ ഈ ഹദീസ് കാണാത്തവരാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഈ ഹദീസ് കാണാത്തവരാണോ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? നിഅമത്തിൽ ബിദ്അത്ത് ഹാദിഹി എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ ഹദീസ് കാണാത്തവരാണോ? ഒരിക്കലുമല്ല. ഈ ഹദീസിന്റെ അർത്ഥവും ഇതിന്റെ വ്യാഖ്യാനവും മഹാരഥന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വൽ മുറാദു ബിഹാ മാ ഉഹ്ദിസ വലൈസ ലഹു അസ്ലുൻ ഫി ശർഇ. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞ മുഹ്ദസാത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം മാ ഉഹ്ദിസ വലൈസ ലഹു അസ്ലുൻ ഫി ശർഇ വയുസമ്മാ ഫി ഉർഫി ശർഇ ബിദ്അ. ശർഇന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയപ്പെടുന്ന ഒരിക്കലും ഒരു മാതൃകയും ശർഇൽ ഒരു അസ്ലും കാണാത്ത ഒരു ദലീലുമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ്. വമാ കാന ലഹു അസ്ലുൻ യദുല്ലു അലൈഹി ശർഉ ഫലൈസ ബിദ്അത്തിൻ. എന്നാൽ അസ്ലുള്ളതായ വിശുദ്ധ ഖുർആനിന്റെ പിൻബലമുള്ള ഹദീസിന്റെ പിൻബലമുള്ള പ്രമാണങ്ങൾക്ക് ഒരിക്കലും എതിരാകാത്ത ഏത് പുതിയ ആചാരങ്ങളും അതേക്കുറിച്ച് ശർഇയായി ബിദ്അത്ത് എന്ന് പറയുക തന്നെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ കുല്ലു ബിദ്അത്തിൻ എന്ന് പറഞ്ഞിടത്ത് എല്ലാ മഹാന്മാരായ പ്രാമാണികരായ പണ്ഡിതന്മാരും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുല്ലു ബിദ്അത്തിൻ ഐ ളലാലത്തിൻ, അഥവാ ദുഷിച്ചതായ ദുർമാർഗമായ ബിദ്അത്താണ് അവിടെ പറഞ്ഞത് എന്ന്. ഇനി ബഹുമാനപ്പെട്ട ഖാദി തങ്ങൾ പറയുന്ന മിർഖാത്തുൽ മഫാത്തിഹിലെ ഉദ്ധരണി കാണാം. 1-ാം വാള്യം 177-ാമത്തെ പേജിൽ തത്തുല്യമായ ഇബാറത്ത് അബ്ദുൽ ഗനിയുൻ നാബൽസി തങ്ങൾ അൽ ഹഖീഖത്തുൻ നദിയ എന്ന കിതാബിൽ 1-ാം വാള്യം 136, 137 രേഖപ്പെടുന്നത് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തില്ല എന്നതിന്റെ പേരിൽ പുതിയ ഒരു നല്ല കാര്യവും ചെയ്യരുത്, ഇത് തെറ്റാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയുമ്പോൾ പൊതുവെ ഒരു സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഏതു നല്ല കാര്യവും ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കാമെങ്കിൽ നിസ്കാരം ഒരാൾക്ക് 4 വഖത്താക്കിക്കൂടെ? നോമ്പ് റമദാനിലുള്ളത് ഒരാൾക്ക് വിചാരിക്കുക റബീഉൽ അവ്വലിൽ നോമ്പാക്കിക്കൂടെ? ഇങ്ങനെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ആചാരങ്ങളെ മാറ്റിമറിക്കാനും പുതുതായി നിർമ്മിക്കാനും പറ്റുമെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു കൃത്യതയുണ്ടാകില്ലല്ലോ എന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഇവിടെ നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ 2 രൂപത്തിലുണ്ട്. ഒന്ന്, വളരെ വ്യക്തമായി അല്ലാഹുവും റസൂലും അതിന്റെ എല്ലാ നിബന്ധനകളും രൂപഭാവങ്ങളും പഠിപ്പിക്കപ്പെട്ട നിസ്കാരം പോലോത്ത, നോമ്പ് പോലോത്ത, ഹജ്ജ് പോലോത്ത, സകാത്ത് പോലോത്ത കാര്യങ്ങൾ. എന്നാൽ വ്യക്തമായ രൂപഭാവങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. ഖുർആനിൽ കാണാൻ കഴിയും വദ്കുറുല്ലാഹ ദിക്റൻ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളാകാൻ വേണ്ടി അല്ലാഹുവിനെ നന്നായി ദിക്ർ ചൊല്ലുക. എപ്പോൾ ദിക്ർ ചൊല്ലണം, ഏതൊക്കെ സമയങ്ങൾ, ഏതൊക്കെ ദിവസത്തിൽ എത്ര ചൊല്ലണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ചില ആളുകൾ തിങ്കളാഴ്ച രാവിലെ ദിക്ർ ഹൽക്ക നടത്തുന്നു, ചില ആളുകൾ വെള്ളിയാഴ്ച നടത്തുന്നു, ചില ആളുകൾ ആഴ്ചയിൽ നടത്തുന്നു, ചില ആളുകൾ മാസത്തിൽ നടത്തുന്നു, ചില ആളുകൾ വർഷത്തിൽ നടത്തുന്നു. ഒന്നും തെറ്റല്ല. കാരണം അതിന് കൃത്യമായൊരു രൂപഭാവം വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പ്രത്യേകം ചില സ്ഥലങ്ങളിൽ ചില ദിക്റുകൾ നിസ്കാരത്തിന് ശേഷം ചെല്ലേണ്ട ദിക്റുകളൊക്കെ പ്രത്യേകം പറഞ്ഞതുണ്ട്. അല്ലാതെ പൊതുവെ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞിടത്ത് രൂപഭാവങ്ങളും ദിവസവും സമയവും നിശ്ചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് അത് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നടത്താം. അതുപോലെ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നൊരു പൊതുവായ പ്രയോഗമാണുള്ളത്. ആ സ്വലാത്ത് നമുക്ക് എത്രയും ചൊല്ലാം, എവിടെ വെച്ചും ചൊല്ലാം എന്നതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ ആചാരങ്ങൾ ഈ 2 രൂപത്തിലുമുണ്ടെന്ന് വേറിട്ട് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. ഇങ്ങനെ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കുകയും സുന്നത്ത് ബിദ്അത്തിനെ വ്യക്തമായി മനസ്സിലാക്കുകയും പുത്തൻവാദികളുടെ ഈ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെടുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.